ഹലോ കൂട്ടുകാരെ, ഈ ഒരു വീഡിയോയിലൂടെ ട്വിൻ ഫ്ലെയിംസിൽ DNA ഹീലിങ്ങിൻ്റെ സിംറ്റംസ് എന്താണെന്ന് മനസ്സിലാക്കാം. DNA ഹീലിംഗ് എന്താണെന്നും അതിനെക്കുറിച്ചുള്ള അഫർമേഷൻസും 2 വീഡിയോസായിട്ട് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ആ വീഡിയോസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അതായത് ഓൾറെഡി അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ സിംറ്റംസ് മാത്രമായിട്ട് ആഡ് ചെയ്യുകയാണിതിൽ. കാരണം ഒത്തിരി മെസ്സേജസ് ഈ സിംറ്റംസ് റിലേറ്റഡ് ആയിട്ട് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ DNA ഹീലിംഗ് ഹീലിങ്ങിൻ്റെ പ്രാധാന്യം ഓൾറെഡി ഇതിനു മുമ്പുള്ള ഒരു വീഡിയോ കണ്ടു നോക്കുക. ഹീലിംഗ് നടക്കുന്നുണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാം? ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ DNA ഹീലിംഗ് എന്ന് പറയുന്നത് ഒറ്റ ഒരു ഫേസിൽ നടന്ന് അങ്ങ് കംപ്ലീറ്റ് ആവുന്ന ഒരു പ്രോസസ്സ് അല്ല. നമ്മളുടെ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് അവേക്കനിങ്ങിൽ ഒരു സെറ്റ് ഓഫ് DNA ഹീലിംഗ്, അതായത് ഒരു ഫേസ് നമുക്ക് കംപ്ലീറ്റ് ആവും. അത് കഴിഞ്ഞ് പിന്നെയും നമ്മളുടെ ലൈറ്റ് ബോഡി ആക്ടിവേഷൻ എന്ന് പറയും. അതായത് കോസ്മിക് എനർജീസിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ്, കോസ്മിക് എനർജീസിൻ്റെ ഇമ്പാക്റ്റ് നമ്മളുടെ എനർജറ്റിക് ഫീൽഡിൽ വരുമ്പോൾ നമ്മുടെ ലൈറ്റ് ബോഡിയെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും മെയിനായിട്ടും ആ കാര്യങ്ങളുടെയൊക്കെയും ഇമ്പാക്റ്റ് നമ്മളിൽ വരുന്നത് നമ്മളുടെ ഫിസിക്കൽ ബോഡിയിലുള്ള DNAയുടെ ഒരു ക്ലിയറൻസിലാണ്, അല്ലെങ്കിൽ ശുദ്ധീകരണം എന്ന് പറയാം, അല്ലെങ്കിൽ ആക്ടിവേഷൻ എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ സിംറ്റംസ് വന്നിട്ട് ആദ്യത്തേത് നമുക്ക് പലപ്പോഴും DNA ആക്ടിവേറ്റ് ആവുമ്പോൾ ആദ്യത്തെ ഫേസിൽ തോന്നുന്നത് സ്കിന്നിലുള്ള റാഷസ് ആയിരിക്കാം. അത് സ്കിന്നിൽ റാഷസ് എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ കുരുക്കൾ പോലെ നമ്മളുടെ കൈകളിലും കാലുകളിലും ഒക്കെ വരാം, അല്ലെങ്കിൽ നമ്മളുടെ ദേഹമാസകലം വരാം, അല്ലെങ്കിൽ നമ്മളുടെ പ്രൈവറ്റ് പാർട്ടിൽ കഴുത്തിന് ചുറ്റും പെട്ടെന്ന് കറുത്തതുപോലെ റാഷസ്, ഒരു ബഞ്ച് ഓഫ് കുറേ കുരുക്കൾ ഇങ്ങനെ ചുറ്റും വന്ന പോലെ, ഇതൊക്കെയും DNA ഹീലിങ്ങിൻ്റെ ആദ്യത്തെ ഫേസിലുള്ള കാര്യമാണ്. അടുത്ത ഫേസിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് കൈവെള്ളയിൽ കാലുകളിലൊക്കെയും സ്കിൻ പോകുന്നത് പോലെ, അതായത് പെട്ടെന്ന് ആ സ്കിന്നൊന്ന് പോകുന്നത് പോലെ, കയ്യിലൊക്കെയും ചൊറിഞ്ഞ് തടിക്കുന്നത് പോലെ ഒക്കെ ഉള്ള ഓരോ സിംറ്റംസ് കാണാവുന്നതാണ്. ഇതല്ലാതെ നമുക്ക് ഒത്തിരി ഹെയർ ഫാൾ ഉണ്ടാകും DNA ഹീലിംഗ് നടക്കുന്ന സമയത്ത്. അതിപ്പം ഏതൊരു ഫേസിലാണെന്ന് പറഞ്ഞാൽ എല്ലാ ഫേസസിലും ഹെയർ ഫാൾ നടക്കുന്നുണ്ട്. ആൻഡ് DNA ഹീലിങ്ങിന് എത്ര ഫേസസ് ഉണ്ടെന്ന് ചോദിക്കുന്നവരോട് അത് അഗെയിൻ ഓരോ ജേർണിയും വ്യത്യസ്തമായതുകൊണ്ട് തന്നെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ അപ്ഡേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അടുത്ത ഫേസിലേക്ക് വരുമ്പോൾ DNA ഹീലിംഗ് നടക്കുന്നവരിൽ നന്നായിട്ട് ഉറങ്ങും അവർ. പലരും പറയാറുണ്ട് പകലും രാത്രിയിലും ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നു എന്നുള്ളത്. അപ്പോൾ ഈ ഉറക്കം നടക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ പകലും രാത്രിയും ഉറക്കം വരുന്നത് ഒരു ജേർണിയിൽ ഈ ഒരു ജേർണിയിൽ ഒരു ഫേസിൽ വരുമ്പോൾ നമ്മളെല്ലാവരും ഗോ ത്രൂ ആവുന്നതാണ്. അത് ഈ ഒരു DNA ഹീലിംഗ് നടക്കുമ്പോൾ തന്നെയാണ് ഈ ഒരു ഉറക്കം വരുന്നത്. ഇതല്ലാതെ അടുത്ത ഫേസിലേക്ക് പോകുമ്പം DNA ഹീലിംഗ് ഒരു 3-4 ഫേസുകളൊക്കെ കഴിയുമ്പോൾ നമുക്ക് പാസ്റ്റ് ലൈഫിലെ പല കാര്യങ്ങൾ പെട്ടെന്ന് ഡ്രീംസിലൊക്കെ കണക്റ്റായിട്ട് വരാൻ തുടങ്ങും. അതായത് അതിനു മുമ്പ് ഡ്രീംസ് വരുമ്പോൾ ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ ആരെയോ ഒരാളെ കണ്ടു, എന്താണോ അറിയുന്നില്ല, ബ്ലറായിട്ടുള്ള ഒരു ഇമേജാണോ വരുന്നതെങ്കിൽ കൃത്യമായിട്ട് ഇതെൻ്റെ പാസ്റ്റ് ലൈഫ് ആണെന്നും ഇവിടെയൊക്കെയാണ് ഞാൻ ഹീൽ ചെയ്യേണ്ടതെന്നും ഇതൊക്കെയായിരുന്നു ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന കർമ്മം ഈ ഒരു ജന്മത്തിലേക്കെന്നും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ ഈ ഒരു ഹീലിംഗ് നടക്കുമ്പം കഴിയും. കാരണം അത് അടുത്ത ഫേസിലേക്ക് പോയി, അതായത് നമ്മുടെ ജങ്ക് DNA എന്ന് പറയും. പാസ്റ്റ് ലൈഫിൽ നിന്നും നമ്മൾ ക്യാരി ചെയ്തിട്ടുള്ള പല കാര്യങ്ങളെയും നമ്മൾ ഹീൽ ചെയ്യാനുള്ള പല കാര്യങ്ങളും നമ്മൾ സർഫേസിൽ വരുന്ന സമയമാണിത്. ഇതല്ലാതെ ഹീലിംഗ് നടക്കുന്ന സമയത്ത് നമ്മളുടെ തോട്ട് പാറ്റേണിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. അതുവരെ നമ്മൾ ക്യാരി ചെയ്തുകൊണ്ട് വന്നിരുന്ന പല തരത്തിലുള്ള ലിമിറ്റഡ് ബിലീഫ് സിസ്റ്റത്തിനെയും നമ്മൾ
മനസ്സിലാക്കുകയും അതിനെ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ഗട്ട്സ് എന്ന് പറയുമ്പോൾ അത്രയും ഫിയർലെസ് ആയിട്ട് പല കാര്യങ്ങളെയും അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനോഭാവം നമ്മളിൽ വരികയും ചെയ്യും DNA ഹീലായി കഴിയുമ്പോൾ. DNA ഹീലിംഗ് ഫേസിൽ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ഫേസൊക്കെ ചേഞ്ച് ആവുന്നതാണ്. പലരും ചോദിക്കാറുണ്ട് എൻ്റെ കൗണ്ടർ പാർട്ടിൻ്റെ ഫേസിനെ പോലെയൊക്കെ ആയി എന്നുള്ളത്. ഇത് സോൾ മെർജിങ്ങിൻ്റെ ആദ്യത്തെ ലെവലിലും അതിൻ്റെ DNA ഹീലിംഗ് ഒരു മിഡിൽ സ്റ്റേജ് കഴിഞ്ഞിട്ടുമാണ് നമ്മൾക്ക് പലതരത്തിലുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ ഫേസിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ കാണുന്നത്. അടുത്തായിട്ട് വരുന്നത് നമ്മളുടെ കണ്ണിൻ്റെ കളർ മാറും. അതായത് ഒരു ബ്രൗണിഷ് കളറ്, പിന്നെ അത് കഴിഞ്ഞ് ലൈറ്റ് ബ്രൗണിഷ് കളറ്, വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട്. കണ്ണെന്ന് പറഞ്ഞാൽ ഞാൻ കൃഷ്ണമണിയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. കൃഷ്ണമണിയുടെ കളർ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഒരാഴ്ച ഒരു കളർ പാറ്റേൺ ആണ് നമുക്ക് കാണാൻ പറ്റുന്നതെങ്കിൽ അടുത്ത ഒരാഴ്ചയിലേക്ക് വരുമ്പോഴത്തേക്ക് പിന്നെയും ലൈറ്ററായിട്ട് പിന്നെയും ട്രാൻസ്പെറൻ്റ് ആയിട്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ DNA ഹീലായിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഹീലായി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് നമുക്കവിടെ കാണിക്കുന്നത്. ഇതല്ലാതെ DNA ഹീലിംഗ് ഏകദേശം കംപ്ലീറ്റ് ആയി കഴിയുന്നവർക്ക് മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ ഓരോ മൈക്രോ ലെവലിലോ അവർക്ക് ആ എനർജിയുടെ ഫീലിംഗ്, അത്രയ്ക്ക് ആ ഒരു എനർജിയുടെ ഫ്ലോയുടെ ഫീലിംഗ് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഏകദേശം നമ്മൾ ഹീലായി കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ഈ ഒരു ഫ്ലോ അത്രയും കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. യെസ്, നമ്മൾ ഇനിഷ്യൽ സ്റ്റേജ് തൊട്ട് മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ ഒരു വൈബ്രേഷൻ നമുക്ക് തോന്നും, ഒരു ട്വിങ്ക്ലിംഗ് സെൻസേഷൻ തോന്നും, എനർജിയുടെ ഫ്ലോ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ നമ്മുടെ ബോഡിയുടെ ഓരോ അംശത്തിലും നമുക്ക് ആ ഒരു ഹയർ എനർജിയുടെ വൈബ്രേഷൻ അല്ലെങ്കിൽ ആ ഒരു ഹയർ പവറിൻ്റെ വൈബ്രേഷൻ മനസ്സിലാക്കാനായിട്ട് DNA ഹീലിംഗ് ഏകദേശം പൂർത്തിയായി കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഹീലിംഗ് പൂർത്തിയായി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ്. ഏകദേശം നമ്മളുടെ DNA ഹീലിംഗ് ഇൻ പെർട്ടിക്കുലറായിട്ട് പൂർത്തിയായി കഴിയുമ്പം നമ്മളെ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു ഹീലിംഗിൻ്റെയും കൂടെ ഇമ്പാക്റ്റാണ്. കാരണം നിങ്ങളുടെ തോട്ട്സ് എഗെയിൻ ഈ ഒരു മൈക്രോ ലെവലിലേക്ക്, അതായത് നിങ്ങളുടെ കോശങ്ങളിലൊക്കെയും റിഫ്ലക്റ്റായി അത്രയും ക്ലിയർ ആയിട്ടുള്ള ഒരു തോട്ട് പാറ്റേണിലേക്ക് വന്ന് അത്രയും ക്ലിയർ ആയിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷനിലേക്ക് വരാനായിട്ട് ഈ ഒരു DNA ഹീലിംഗ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു. അതുവരെ പലതരത്തിലുള്ള അറ്റാച്ച്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ, അതായത് ഈ ഒരു ഫാമിലിയാണ് അല്ലെങ്കിൽ ഈ പെർട്ടിക്കുലർ ആൾ എൻ്റെ ഈ ഒരു ബ്ലഡ് റിലേഷനാണ് എന്നൊക്കെ ആലോചിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെ ഈ DNA ഹീലിംഗ് നടന്ന് കഴിയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും ഇതൊക്കെ ഒരു അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസിലായിരുന്നു നമ്മൾ ഇത്രയും നാൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ആ ഒരു അതർ സോളിനെ അതർ സോളായിട്ടും കാണാൻ പറ്റും, അതേസമയം ആ അതർ സോളിലുള്ള ഡിവിനിറ്റിയെ നമ്മൾക്ക് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് DNA ഹീലിംഗ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. DNA ഹീലിംഗ് നടക്കുമ്പോൾ അല്ലെങ്കിൽ നടന്ന് കഴിയുമ്പം ഏകദേശം നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു ലൈറ്റിൻ്റെ ഇമ്പാക്റ്റ്, ഇതിനു മുമ്പ് പറഞ്ഞ പോലെ എനർജി എന്ന് പറയുന്നത്, എനർജിയുടെ ഒരു ഫ്രീ ഫ്ലോ എന്ന് പറയുന്നത് നമ്മളുടെ മൈക്രോ ലെവലിൽ അല്ലെങ്കിൽ സെല്ലുലാർ ലെവലിൽ നടക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ലൈറ്റിൻ്റെ ഒരു ഇമ്പാക്റ്റ് മറ്റുള്ളവരിലേക്ക്, അതായത് നമ്മളുടെ കൂടെ നിൽക്കുന്നവരാവാം, നമ്മളുടെ ഫാമിലിയിലേക്ക് കൊടുക്കേണ്ട ലൈറ്റ് ആവാം, ഇതൊക്കെയും തന്നെത്താനെ അവിടേക്ക് എത്തുന്നത്. അതായത് നമ്മുടെ ഉള്ളിൽ നിന്നും തന്നെ അത് റിഫ്ലക്റ്റായി അവരിലൊക്കെയും അതിൻ്റെ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ചേഞ്ച് നമുക്ക് മറ്റുള്ളവരിൽ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് DNA ഹീലിങ്ങിനെ കുറിച്ച് സിംറ്റംസ് ആയിട്ട് പറഞ്ഞു തരാനുള്ളത്. വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ്, സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ 15th തൊട്ട് 15th, 16th ആൻഡ് 17th മണി ബ്ലോക്കേജിൻ്റെ റീസൺസ് ആൻഡ് ഹീലിംഗ് അതിനായിട്ടൊരു വർക്ക്ഷോപ്പ് വെച്ചിട്ടുണ്ട്. അതിൽ ജോയിൻ ആവാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇതല്ലാതെ പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിനായിട്ട്, ഹീലിംഗ് സെഷൻസിനായിട്ട്, റേക്കി ഹീലിംഗ് സെഷൻസിനായിട്ട്, ആകാശിക് റെക്കോർഡ്സ് റീഡിങ്ങിനായിട്ട്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്കായിട്ട്
ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ബ്ലെസ്സിങ്സ്. ഓം നമഃ ശിവായ.